പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഉല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. വികസന രംഗത്ത് വാചക കസർത്ത് മാത്രമാണ് നടക്കുന്നത്. UDFന്റെ ഉറച്ച മണ്ണായ ഉല്ലൂർ ഇത്തവണ തിരിച്ചുപിടിക്കും. ജനകീയ വിഷയങ്ങളിൽ താൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് വോട്ടർമാരുടെ അംഗീകാരം ലഭിക്കുമെന്നും അദ്ദേഹം TCBയോട് പറഞ്ഞു. ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ ഷാജി കോടങ്കണ്ടത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണത്തിന്റെ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. ആ പ്രചരണ രംഗത്തെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ദീർഘകാലം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയായപ്പോഴുള്ള ഈ ഇലക്ഷൻ്റെ ഒരു പ്രചരണ രീതികൾ? അല്ല, ഒല്ലൂര് ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരുപാട് കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പോൾ മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാതയ്ക്ക് വേണ്ടി 8 വർഷം നമുക്ക് കേസ് നടത്തി. അശാസ്ത്രീയ നിർമ്മാണം തൊട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ പട്ടലുമൊഴി കോടതി പാലം, പീച്ചിയിലെ KFR ഭൂഗർഭ കേബിള്, മണലിപ്പുഴത്തെ ചെക്ക് ഡാം, പിന്നെ ഈ ഷൂട്ടിംഗ് റേഞ്ച്, അതുപോലെ നിരവധി വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒല്ലൂർ നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതുമുഖമല്ല. ഒല്ലൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. അത് ഇപ്രാവശ്യം ആവർത്തിക്കും. എന്താ സംശയം? ഒല്ലൂർ UDF ജയിക്കും, കേരളം UDF ഭരിക്കും. അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ല. അപ്പോൾ അതിലൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ മണ്ണാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടത്തറയായാലും മടക്കത്തറയൊക്കെ LDF ഭരണം നിലനിർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൂചികൾ എങ്ങനെയാണ് കാണുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സൂചിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്താ കാരണം വെച്ചാൽ കോർപ്പറേഷനിലെ ഒല്ലൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേജർ വാർഡുകൾ കോൺഗ്രസ് പിടിച്ചു. പുത്തൂർ പഞ്ചായത്ത് പിടിച്ചു, പാണഞ്ചേരി പിടിച്ചു, നടത്തറ ചുണ്ടിനും കപ്പിനടയ്ക്കാൻ പോയിട്ടുള്ള ഒരു സീറ്റിനെ പോയ മാടക്കത്തറയിൽ ഞങ്ങൾ വോട്ടിംഗ് ഷെയർ കൂട്ടി. ഒരു സീറ്റുണ്ട്, 2 സീറ്റാക്കി ഒരു വോട്ടിംഗ് ഷെയർ കൂട്ടി. മറ്റേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയാലും ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ നോക്കിയാലും കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും, UDF ഇത് തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും.